അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു കുഞ്ഞു പൂക്കൂടയാണ്. നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന നമ്മുടെ ആമസോണിൽ നിന്നൊക്കെ നമ്മൾ സാധനങ്ങൾ കിട്ടത്തില്ലേ നമുക്ക്. അപ്പോൾ ആ ബോക്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ കുഞ്ഞു പൂക്കൂട ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതും നമ്മുടെ ഫെവിക്കോൾ മാത്രം മതി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാവേ. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ. ഇത് നമ്മുടെ കാർഡ്ബോർഡ് ബോക്സിൽ നിന്ന് കട്ട് ചെയ്തേക്കുന്ന ഒരു പീസാണേ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഇതിൽ 3 ലെയർ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മളിത് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ ഇങ്ങനെ നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാവേ. ഇത് അപ്പോൾ നമുക്ക് വേണ്ടിയത് ഇതാ ഇങ്ങനെയാണ്. ഇതിൽ നമുക്കിങ്ങനെ കാണാനായിട്ട് പറ്റും ഓരോ ലൈനായിട്ട് കിടക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു 11 സെൻറ്റിമീറ്റർ നീളം വേണമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവേ. അപ്പം ഞാൻ അങ്ങനെ ഇവിടെ ഒരു 30 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ 15 എണ്ണം ആക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരെണ്ണം ഒന്നിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കണേ. അങ്ങനെ 15 എണ്ണവേ. അങ്ങനെ നമ്മൾ 15 എണ്ണം ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇച്ചിരി കട്ടി നമുക്ക് ഈ പേപ്പറിന് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 എണ്ണം ഒരുമിച്ച് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. നമ്മുടെ കാർഡ്ബോർഡ് പീസിൽ നിന്ന് ഞാൻ ഇവിടെ 2 സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 7 സെൻറ്റിമീറ്റർ റേഡിയസിൽ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് ആക്കിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന ഈ പീസസ് ഒട്ടിച്ചു കൊടുക്കാവേ. അങ്ങനെ നമ്മൾ നമ്മുടെ 15 പീസസും ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ രണ്ടാമത് കട്ട് ചെയ്തെടുത്തേക്കുന്ന ഈ സർക്കിൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ടാണ് പോകുന്നത്. ഇത് വളരെ തിന്നായിട്ട് നമ്മൾ കട്ട് ചെയ്തേക്കുന്ന പേപ്പറാണ്. കാർഡ്ബോർഡ് ബോക്സിൽ നിന്ന് നമ്മൾ നേരത്തെ എടുത്തില്ലേ പേപ്പർ, അതുപോലെ തന്നെ എടുത്തിട്ട് വളരെ തിന്നായിട്ട് ഒരു 0.5 താഴേന്ന് വേണം പറയാൻ, അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തേക്കുന്ന എല്ലാം നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാവേ. ഇത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാണ്. ഇത് നല്ലതായിട്ട് പശയെല്ലാം ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊന്ന് പിടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ പീസസ് എല്ലാം ഒന്ന് ഫ്ലെക്സിബിളായി നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലാവുകയെ. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന ഈ ലെങ്തി ആയിട്ടുള്ള പേപ്പറില്ലേ, അത് നമ്മൾ ഓൾട്ടർനേറ്റീവായിട്ട് ഇതിലേക്ക് ചുറ്റി കൊടുക്കാനായിട്ടാണ് പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടാകും കേട്ടോ. ഒരെണ്ണം നമ്മൾ പുറത്തേക്ക് വിടുമ്പോൾ മറ്റേത് ഉള്ളിലേക്കാണ്, ഈ പേപ്പറിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ആക്കി കൊടുക്കുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ ഫുള്ളൊന്ന് ചുറ്റി കൊടുക്കാതെ ഇങ്ങനെ.
ഇച്ചിരിയും കൂടി മുന്നോട്ട് വന്നു കഴിയാൻ നേരത്ത് ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവേ. എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് പശ വെച്ചിട്ട് അവിടെ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഈ എക്സ്ട്രാ നിൽക്കുന്നില്ലേ അതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാവേ. ഇത് നമ്മൾ 1 സെൻറ്റിമീറ്റർ വീതിയിൽ കട്ട് ചെയ്തേക്കുന്ന പേപ്പറാണ്. അതിൻ്റെ മുകളിലേക്കായിട്ട് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്ന പേപ്പർ ഫുള്ളൊന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ കുഞ്ഞു പൂക്കൊടിയില്ലേ ഇതിൻ്റെ ചുറ്റിനുമായിട്ട് നമ്മളിപ്പോൾ ചെയ്തെടുത്തേക്കുന്നത് ഒട്ടിച്ചു കൊടുക്കാം ഇനിയെ. അപ്പോൾ നമ്മൾ ചുറ്റിലും ഉള്ളത് ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കിനും കണ്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ല, നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടുവേ. ഇനി നമുക്ക് പൂവൊക്കെ ഇട്ടിട്ട് പിടിച്ചുകൊണ്ട് പോകാനായിട്ടുള്ളൊരു രീതിയില്ലേ, അപ്പോൾ ആ പിടി പോലുള്ളത് ഉണ്ടാക്കാവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 2 സെൻറ്റിമീറ്റർ വീതിക്ക് ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തപ്പോൾ ഉള്ള കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഈ ഒരു ഭാഗമില്ലേ അത് നമ്മൾ കട്ട് ചെയ്തേക്കുന്ന ആ പേപ്പറിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവേ. നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്കതായത് 2 സൈഡിലായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. നമ്മൾ വേസ്റ്റ് കളയാൻ വെച്ചേക്കുന്ന നമ്മുടെ കാർഡ്ബോർഡ് ബോക്സിൽ നിന്നൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു കുഞ്ഞു പൂക്കൂടെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. വെറും ഫെവിക്കോൾ മാത്രം നമ്മുടെ കയ്യിൽ മതി. ഇനി കുറച്ച് പൂക്കളും കൂടി ഇട്ടിട്ട് നമുക്ക് കാണാവേ എങ്ങനെയാണ് ഇതിൻ്റെ ഭംഗി. പൂ കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമുക്കത് കാണാവേ. ഈ പൂവ് ചെയ്തെടുക്കാനും വളരെ വളരെ എളുപ്പമാണ്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുള്ള 10 മണിപ്പൂവില്ലേ അത് ഒത്തിരി എണ്ണം നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് എല്ലാം കൂടി ഒരുമിച്ച് സെറ്റാക്കി എടുത്തിട്ടുള്ളതാണ്. വളരെ വളരെ എളുപ്പമായതുകൊണ്ടാണ് ഞാൻ ഈ പൂവ് പിന്നെയും ചെയ്തെടുത്തത്. ടിഷ്യൂ പേപ്പർ മാത്രം മതിയല്ലോ. അപ്പം ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൂക്കൂട അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ കുഞ്ഞു പൂക്കട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്ത് നോക്കണേ. നമുക്ക് സാധനങ്ങളൊക്കെ ആമസോണിൽ നിന്നൊക്കെ വരാൻ നേരത്തെ അത് വെച്ചിട്ട് ഇച്ചിരി ഫെവിക്കോളും മതിയല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയൊക്കെ ബൈ.